അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ അനിൽകുമാർ പരാമർശിച്ച ആ കാലത്തിലേക്ക് ഈ അന്വേഷണം പിറകോട്ട് പോയിരിക്കുകയാണ്. ആ കാലവും കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. മറ്റൊരു കേസിലൂടെയാണെങ്കിലും മറ്റൊരു ത്വരിതാന്വേഷണത്തിലൂടെ തന്നെ അത് നടത്തണം എന്ന് പറഞ്ഞ രീതിയിലാണെങ്കിലും അത് അന്വേഷിക്കപ്പെടുന്നു. പരികർമ്മിയായി ശബരിമലയിലെത്തിയ പോറ്റി പ്രായോജകനായി എങ്ങനെ മാറി, പിന്നീട് ധനസമാഹരണക്കാരനായി എങ്ങനെ മാറി, പിന്നീട് പ്രായോജകന്മാരുടെ ദല്ലാളായി എങ്ങനെ മാറി, 2 നീണ്ട പതിറ്റാണ്ടുകൾ പോറ്റിയുടെ സാന്നിധ്യം അവിടെ എങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതെ തുടർന്നു. ദൈവതുല്യർ എന്ന് കരുതപ്പെടുന്നവരുടെ ആജ്ഞ കൊണ്ടാണ് തനിക്ക് തെറ്റുപറ്റിയത് എന്നൊരു സൂചന ഇതിലൊരു പ്രതി നടത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു സംരക്ഷണ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ 20 കൊല്ലത്തോളം മാറി മാറി വന്ന ബോർഡുകളുടെ കാലത്ത് ശക്തമായിരുന്ന ഒരു കൊള്ള സംഘം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു കാണിക്കപ്പെടുന്നൊരു ഘട്ടത്തിലേക്ക് ഈ കേസ് കടക്കുകയാണ് എന്ന് കരുതാമോ? അഭിഭാഷകൻ കൂടിയായ താങ്കളുടെ വിലയിരുത്തൽ. ലാൽകുമാർ. അല്ല, ഇത് എനിക്ക് തോന്നുന്നു വലിയ ഒരു ഇടപെടലായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. കാരണം നോക്കൂ, ശബരിമല അയ്യപ്പൻ്റെ സ്വത്ത് അല്ലെങ്കിൽ പെർപെക്ച്വൽ മൈനറായിട്ടുള്ള ഒരു ഐഡലിൻ്റെ സ്വത്ത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അത് ഏത് സ്വത്തായാലും കട്ടുകൊണ്ട് പോകുന്നവരെ പിടിക്കുക എന്നുള്ളത് ഒരു സംവിധാനത്തിൻ്റെ ആവശ്യമാണ്. അത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ തന്നെ ഒരു SIT രൂപീകരിച്ച് അതിന് അന്വേഷണം വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് SIT മോശമാണെന്ന് കോൺഗ്രസ് എല്ലാ ദിവസവും പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന ഹൈക്കോടതി വിമർശനം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ പരാമർശം നിങ്ങൾ തള്ളുന്നുണ്ടോ എന്നുള്ള ആ ചോദ്യത്തിന് അവർ മറുപടി പറയത്തില്ല. കാര്യം ഇത് പിണറായി വിജയൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് പറയുകയും എന്നാൽ SIT എന്ന് പറയുന്ന സംവിധാനം ഡിവിഷൻ ബെഞ്ച് മോണിറ്റർ ചെയ്യുന്നു. ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ കമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിലാരും മിണ്ടില്ല. അത് ഹൈക്കോടതിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പോലും പറയത്തില്ല. കാര്യം അത് അവർക്കറിയാം, അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകുമെന്നവർക്കറിയാം. നോക്കൂ, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ മോണിറ്റർ ചെയ്ത് നല്ല രീതിയിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ വേറെ ഒന്നും വേണ്ട എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത് സുതാര്യമായി നടക്കുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നോക്കൂ, ഒരു ദിവസമൊന്നുമല്ല, ഇതിപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ട് കുറേ നാളുകളായി അല്ലേ, കുറച്ച് ദിവസമായില്ലേ. ഇപ്പോൾ ഇവർ പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ 90 ദിവസത്തിന് മേളിലായി. അപ്പോൾ ഒരു പോയിന്റിൽ പോലും ഈ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് ഒരു മോശം പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവർ ആദ്യം പറഞ്ഞു ഒരു 2 ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അതിനകത്ത് കയറ്റിയതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കയറ്റിയതാണെന്ന് പറഞ്ഞെങ്കിലും ഹൈക്കോടതി അതിനെടുത്ത് എഫിഷ്യൻ്റ് ഓഫീസേഴ്സാണ്, അവരതിനകത്ത് ടീമിൻ്റെ ഭാഗമാകാൻ അർഹരാണ് എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണോ രാഷ്ട്രീയ ആരോപണമായി വരുന്നത് ആ രാഷ്ട്രീയ ആരോപണങ്ങളെ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതെ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങൾക്ക് വാണിംഗ് കൊടുത്തുകൊണ്ട് ഹൈക്കോടതി പോലും മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നോക്കൂ, നമ്മൾ ഈ പറയുന്ന പോലെ ഈ പാൻഡുരാസ് ബോക്സ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. കാര്യം തുറന്നു കഴിയുമ്പോഴാണ് വീണ്ടും കുറേ പ്രശ്നങ്ങൾ അഡീഷണലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നെവർ എൻഡിങ് പ്രോസസ്സായിട്ട് ഇതിനകത്ത് നടന്നിരിക്കുന്ന അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വരണം. നോക്കൂ, ഇതിനകത്ത് ഇപ്പോൾ സംസാരിച്ച അനിലേട്ടൻ സംസാരിച്ചു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിനുപരി ഇതിനകത്ത് തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ പിടിക്കപ്പെടണം. അതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരും അവരെ ഡിഫെൻഡ് ചെയ്യാനോ പ്രൊട്ടക്റ്റ് ചെയ്യാനോ ഒന്നും വരാൻ പോകുന്നില്ല. കാര്യം അത് ഒരു പൊതുപ്രവർത്തകനും ഒരു പാർട്ടിക്കോ ഒരു സംവിധാനത്തിന് ഒരിക്കലും പറ്റുന്ന കാര്യമല്ല. അവരെ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം അവർ വൃത്തിയായി ചെയ്തോ എന്നുള്ള ചോദ്യം ചെയ്തിട്ടില്ല എങ്കിൽ അത് നമുക്കൂടെ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് അവരെ പിന്നെ ഗാർഡ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതും പല ആംഗിളിലും പലതും പ്രിമച്ചുവറാണ്. ഇപ്പം നമ്മൾ നോക്കൂ, ഈ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല കമൻസും ആൾക്കാർ പറയുന്നത് ഇത് എങ്ങോട്ടെത്തും. നമ്മൾ കഴിഞ്ഞ ദിവസം അനിലേട്ടൻ പറഞ്ഞൊരു നല്ല വാലിഡ് ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ട്. ഇവർക്ക് ഒമിഷനാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇയാൾ ഇത്രയും കള്ളത്തരം ഇതിനകത്ത് കാണിക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ പറ്റിപ്പോയ ഒരുപാട് കേസ് ഇതിനകത്തുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഈ ആൾക്കാർ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എല്ലാം ഈ സ്വർണം കട്ട് വീട്ടിൽ കൊണ്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. അതിപ്പോൾ ആര് പറഞ്ഞാലും പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കാൻ എൻ്റെ കയ്യിൽ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂഫ് വരാതെ ഞാനത് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ സംഭവിക്കുന്നത് എന്താ, അവർക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ലാപ്സ് ഉണ്ടാവും.
അവർ ചെയ്യേണ്ട മാനുവൽ അനുസരിച്ച് ഫോളോ ചെയ്യേണ്ടത് ഫോളോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി എന്നുള്ള രീതിയിൽ പബ്ലിക് അതോറിറ്റി പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യേണ്ടത് ഫോളോ ചെയ്തിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവരും അതിനകത്ത് കുറ്റവാളികളായി മാറുന്നു. അതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരിൽ നിന്ന് ആരെങ്കിലും ഡയറക്റ്റ്ലി പണം മോഷ്ടിച്ചെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിലും അജയ് തറയലിൻ്റെ പേര് നമ്മൾ പറയുന്നു, ഇവരൊക്കെ പേര് പറയുന്നു. ഇവർക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ലാപ്സായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. പക്ഷേ ഇവർ കോൺഗ്രസ് പറയുന്നതിനകത്തൊരു പ്രശ്നം വരുന്നതെന്നറിയോ? കോൺഗ്രസ് പറയുന്നതിനകത്ത് ഇതിപ്പം പിണറായി വിജയൻ അധികാരത്തിന് വന്നതിന് ശേഷം ഇത് മൊത്തം ഏതാണ്ട് ആസൂത്രിതമായി കട്ടുകൊണ്ട് പോകാനായിട്ട് ഇത് നേതൃത്വം നൽകി CPM ചെയ്യുന്നു എന്ന് പറയുന്നതിന് അപ്പോഴാണ് ഈ റിബട്ടൽ വരുന്നത്. ഈ പഴയതിലേക്ക് നമ്മൾ പോകേണ്ട വരുന്നത്, പഴയത് രാഷ്ട്രീയ ആരോപണമായി മാറുന്നത്. ഇതൊന്നും രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ ഒന്നും രാഷ്ട്രീയ ആരോപണമല്ല. നമുക്ക് നിഷ്പക്ഷമായി കാര്യങ്ങൾ അന്വേഷിച്ച് എല്ലാവരെയും പിടിച്ചോട്ടെ, അല്ലെങ്കിൽ അജയ് തറയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചോട്ടെ, മറ്റുള്ളവരോടെ പിടിച്ചോട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ല, ഇത് ഏതാണ്ട് ഒരു വലിയ പ്രീ പ്ലാൻഡ് പ്രോസസ്സായിട്ട് ഇവിടെ നമ്മൾ ചെയ്തു എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഞാൻ ഇപ്പോഴും ഇതിനെ കാണുന്നത് ചന്ദ്രേട്ടാ, ഇത് പോറ്റി അവിടെ കയറി വരുന്നു. പോറ്റിയെ കൊണ്ടുവന്നത് എൻ്റെ വിശ്വാസം ഞാൻ പറയുന്നത് കേട്ടോ. പോറ്റിയെ കൊണ്ടുവന്ന് ഉറപ്പായിട്ടും അവിടെ തന്ത്രിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് എവിഡൻസ് വരുവാണെങ്കിൽ ഞാൻ മാറ്റാൻ തയ്യാറാണ്. തന്ത്രി കൊണ്ടുവന്നു. ഈ തന്ത്രി എന്ന് പറഞ്ഞ ഒരു ഇപ്പോൾ പറഞ്ഞല്ലോ ദൈവതുല്യനായി ഇരിക്കുന്ന ഒരാളാണ് അവിടുത്തെ എന്നുള്ള കാര്യത്തിൽ സത്യസന്ധമായ കാര്യമാണ്. ആൾക്കാർക്ക് ഈ തന്ത്രിയെ പേടിയാ. തന്ത്രി എന്തോ ഒരു ക്ഷിപ്രകോപിയായ മനുഷ്യൻ, ഇദ്ദേഹം കോപിച്ചാലോ ഇദ്ദേഹത്തിന് ഏതാണ്ട് നമ്മളെ എതിർത്താലോ നമ്മളങ്ങോട്ട് ഭസ്മമായി പോകുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരാണ് ഈ നാട്ടിലുള്ളത്. എന്നാൽ ഈ ഒരു കുന്തോ നടക്കത്തില്ലെന്നുള്ളത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കേ മനസ്സിലാകത്തുള്ളൂ. കാര്യം നമുക്ക് ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ച് ഇച്ചിച്ച് മുള്ളുന്ന ആൾക്കാരല്ല, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇതാണ് ഈ വ്യത്യാസമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്ത്രി അവിടെ കയറ്റുന്നു. തന്ത്രി ഇപ്പോൾ എന്തെങ്കിലും അവിടെ പാലം പണിയണം, എന്നാൽ ദേവപ്രശ്നം ആരാ? ദേവൻ്റെ അനുജ്ഞ കൊടുക്കുന്നു. ആർക്കാ കൊടുക്കുന്നത്? ദേവൻ അനുജ്ഞ കൊടുക്കുന്ന ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം പറയുന്നു വേണ്ട, ഇത് കോൺക്രീറ്റ് വേണ്ട, തടി കൊണ്ട് പണിഞ്ഞാൽ മതി. അപ്പോൾ ഏതാ തടി? എന്നാൽ പിന്നെ ഈട്ടി ആയിക്കോട്ടെ, തേക്കായിക്കോട്ടെ, വേണ്ട വേറൊരെണ്ണം ഉണ്ട് കാട്ടിലുള്ള, അത് വെട്ടിയാൽ മതി എന്ന് അയ്യപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പണിയങ്ങ് നടത്തുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണോ തന്ത്രിയുടെ താല്പര്യം, ആ തന്ത്രിയുടെ താല്പര്യം യഥാർത്ഥത്തിൽ ഭക്തരെ ഈ അനുജ്ഞ നേടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം നടത്തി എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ട് പോയി പറ്റിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവങ്ങളായ മനുഷ്യർക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? അവർ വിചാരിച്ചിരിക്കുന്നു അയ്യോ തന്ത്രിയോട് പറഞ്ഞു, ഇതൊരു ആചാരമായിട്ട് നിൽക്കുന്നു, ഈ ആചാരത്തിനകത്ത് ഒരിക്കലും കളങ്കം ഇയാൾ ചേർക്കത്തില്ല എന്നൊക്കെ ആൾക്കാരങ്ങ് അടിയുറച്ച് വിശ്വസിക്കുവാണ്. ഇത് ഞാൻ ഇത്രയും എനിക്ക് പറയാൻ പറ്റുന്നത്, എനിക്ക് ധാരണയുള്ളൂ. കഴിഞ്ഞ ദിവസം നോക്കൂ, ക്ഷേത്രത്തുമായിട്ട് ബന്ധപ്പെട്ട് വിജിലൻസിൽ ഒരാൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടു. അത് അദ്ദേഹം പറയുന്ന കേൾക്കുമ്പോൾ അറിയാം അത് സത്യമാണ്. വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. കൈരളി അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എടുത്തു. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഈ പറയുന്ന അന്വേഷിച്ച് കള്ളം കണ്ടുപിടിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ കള്ളം കണ്ടുപിടിക്കുക. രാഷ്ട്രീയം കളിക്കണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയം പൂർണ്ണമായി പറഞ്ഞേക്കാം. അതിന് നമുക്ക് അനിലേട്ടൻ പറഞ്ഞാൽ ആ റൂട്ടിൽ തന്നെ നമുക്ക് പിടിച്ചേക്കാം, അതിനും തെറ്റില്ല. അപ്പം നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മളോട് നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അതേ രീതിയിലുള്ള മറു ചോദ്യങ്ങൾക്കും നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരായി മാറും.